വാർത്താ സമ്മേളനം. ഒരു മുൻ നേതാവ് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നിരവധി പ്രാവശ്യമായി കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിനെതിരായും സർക്കാരിനെ നയിക്കുന്ന CPM-നെതിരായും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഞങ്ങളെന്താ പറഞ്ഞത്? നാട്ടിലെ ഗുണ്ട, കൊട്ടേഷൻ, മയക്കുമരുന്ന് മാഫിയകൾക്ക് കേരളത്തിലെ ഭരണകക്ഷി കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പേട്രണേജാണ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ. CPM-ന്റെ ഉന്നത നേതാവായ P. ജയരാജനെ കുറിച്ചും, അദ്ദേഹം ഇന്ന് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ്, അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചുമാണ് DYFI നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി അവർക്ക് ബന്ധമുണ്ട്, കൊട്ടേഷൻ സംഘങ്ങളുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന വലിയ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മലയോരത്ത് കോറി മുതലാളിമാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെ ഇവർ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ CPM-ന് ജീർണത ബാധിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അത് ശരിയാണ് എന്നാണ് DYFI-യുടെ മുൻ നേതാവ് പറയുന്നത്. കോറി മുതലാളിമാർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളെ മലയോര പ്രദേശത്ത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയി നിയമിക്കുന്ന തലത്തിലേക്ക് CPM തരം താണിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്നിട്ട് ഈ മനു തോമസിനെതിരായി ഇപ്പൊ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ആരാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്നത്? വേറെ മയക്കുമരുന്ന് കേസുകളിലും സ്വർണം പൊട്ടിക്കൽ കേസുകളിലുമൊക്കെ പ്രതിയായ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുടെ ഭാഗമായ ആളുകൾ. ഒന്ന് ആകാശ് തില്ലങ്കേരി, രണ്ട് അർജുൻ ആയങ്കി. ആകാശ് തില്ലങ്കേരി ഇതിനു മുമ്പ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ്. എന്താ വെളിപ്പെടുത്തിയത്? ഷുഹൈബ് വധത്തിൽ അല്ലെ CPM-ന് പങ്കുണ്ട് എന്ന്. ആ ആളിപ്പോൾ CPM ചെയ്യിച്ചാണെന്ന്. ആ ആളിപ്പോ പാർട്ടിയെതിരായി സംസാരിച്ചാൽ അത് അവസാനിപ്പിക്കാൻ അറിയാം എന്നുള്ള ഭീഷണിയുമായി വന്നിരിക്കുന്നു. അപ്പൊ വീണ്ടും ആ പഴയ ആകാശ് തില്ലങ്കേരി ഷുഹൈബ് വധത്തിന് പുറകിൽ CPM-ആണ് ഉണ്ടായിരുന്നത് എന്ന് വെളിപ്പെടുത്തിയ ക്രിമിനൽ കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരി ഇപ്പൊ പാർട്ടിയെ സംരക്ഷിക്കുന്ന ക്രിമിനലായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ഇവർക്കെല്ലാം കൊടപിടിച്ചു കൊടുക്കുന്നത് മുഴുവൻ ഇവരാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് മറ്റൊരു DYFI നേതാവിനെതിരായി, ഈ M. ഷാജിർ എന്ന് പറയുന്ന നേതാവിനെതിരായി അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചു. ആകാശ് തില്ലങ്കേരിയുടെ ശബ്ദരേഖ ഹാജരാക്കി 3 പ്രാവശ്യം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. എന്താ നടപടി ഉണ്ടായത്? ഇദ്ദേഹം ആരോപണം ഉന്നയിച്ച ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച M. ഷാജിറിനെ സംസ്ഥാന സർക്കാർ CPM യുവജന കമ്മീഷന്റെ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം കൊടുത്തു. എന്തെല്ലാമാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്? ആകാശ് തില്ലങ്കേരിക്ക് ട്രോഫി കൊടുത്ത നേതാവാണ് കേരളത്തിലെ യുവജന കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്നത്. CPM-ന്റെ അടുത്ത തലമുറയാണ് ഇയാൾ. DYF വെറും സാധാരണക്കാരനല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത്. DYFI-യുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ആളാണ് പറയുന്നത്. ഇപ്പൊ യുവജന കമ്മീഷൻ ചെയർമാനായിരിക്കുന്ന ആൾക്ക് ഇതുപോലത്തെ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട്. ആകാശ് തില്ലങ്കേരി, ഈ കേസിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരിക്ക് ട്രോഫി സമ്മാനിച്ച ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പാർട്ടി യഥാർത്ഥത്തിൽ ആരെയൊക്കെയാണ് വളർത്തുന്നത്? TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പ്രതികൾക്ക് മുഴുവൻ പരോൾ കൊടുക്കുകയാണ്. ആ പരോളിൽ പോകുന്ന സംഘങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, കേസിൽ പ്രതിയാവുന്നു, സ്വർണം പൊട്ടിക്കലിൽ പങ്കെടുക്കുന്നു, മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുക്കുന്നു, മയക്കുമരുന്ന് കേസിൽപ്പെടുന്നു, തോക്ക് കേസിൽപ്പെടുന്നു. അപ്പൊ അറിയപ്പെടുന്ന ക്രിമിനലുകളെയാണ് ഈ ക്രൂരമായ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ തോന്നിയതുപോലെ അവർക്ക് പരോൾ കൊടുക്കുക. പരോളുമായി പുറത്തുപോയി അവർ ചെയ്യുന്നത് മുഴുവൻ കൊട്ടേഷനാണ്. അവർക്ക് ജയിലിൽ നിന്ന് വരെ കൊട്ടേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ, ഏറ്റവും ആധുനികമായ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുത്തിരിക്കുക. ഇത് ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPM
കൊട്ടേഷൻ സംഘങ്ങളെയും അധോലോക മാഫിയയെയും വളർത്തിയ അതിന്റെ പുറകിൽ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ തഴച്ചു വളരുന്നതിന്റെ പുറകിൽ CPM-ന്റെയും DYFIയുടെയും പൊളിറ്റിക്കൽ പേട്രണേജ് ആണ് എന്ന് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണ് ഇന്നിപ്പോൾ ശരിയായി വന്നിരിക്കുന്നത്. ഈ അധോലോക സംഘങ്ങൾക്ക് മുഴുവൻ കുടപിടിച്ചു കൊടുക്കുകയാണ് ഈ ഭരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഏരിയ സെക്രട്ടറിമാരാണ് SHOമാരെ നിയന്ത്രിക്കുന്നത്. ജില്ലാ സെക്രട്ടറിമാരാണ് SP-മാരെ നിയന്ത്രിക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ്. ഇപ്പൊ കണ്ടല്ലോ, ക്വസ്റ്റ്യൻ അവറിൽ കണ്ടില്ലേ നിങ്ങൾ, ചോദ്യോത്തരവേളയിൽ ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ പേരിൽ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കി കാഫിർ എന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വിളിച്ചു എന്നൊരു വ്യാജ ആരോപണമുണ്ടാക്കി പ്രചരിപ്പിച്ചത് മുഴുവൻ CPM നേതാക്കൾ. ഒറ്റയാൾക്കെതിരായി കേസെടുത്തിട്ടില്ല. ഒറ്റയാൾക്കെതിരായി ഒരു മുൻ MLA തന്നെ അവരുടെ ഫേസ്ബുക്കിൽ അവരിതിട്ടു കംപ്ലീറ്റ്. അവർ പ്രചരണം ഇപ്പൊ അവർ പിൻവലിച്ചു. അവർ 40 ദിവസം തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു UDF സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ കാഫിർ എന്നുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന്. ഇപ്പൊ പുറത്ത് വന്നപ്പോ എന്തായി? വ്യാജ പോസ്റ്റർ CPM തന്നെ ഉണ്ടാക്കി. CPM ഹാൻഡിലുകളിൽ കൂടെ തന്നെ ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ ഇവര് തമ്മിലടിക്കുക. CPM കാണുന്നത് എന്താ? UDF-നെയും കോൺഗ്രസ് നേതാക്കളെയും അധിക്ഷേപിച്ചിരുന്ന CPM ഹാൻഡിലുകളുടെ പുറകിൽ സോഷ്യൽ മാധ്യമ പ്രവർത്തകരെ, വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ള ആളുകളെ അധിക്ഷേപിച്ചിരുന്ന CPM ഹാൻഡിലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ്. അധികാരം ഇവരെ ദുഷിപ്പിച്ചിരിക്കുന്നു. അമിതമായ അധികാരം, ആ അധികാര പങ്കുവയ്ക്കലിന് വേണ്ടി നടക്കുന്ന തർക്കങ്ങളാണ്. CPM വലിയ ജീർണതയിലേക്ക്, ഡീജനറേഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. അതാണ് ഇതിന്റെ ഉദാഹരണം. ഈ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് ഗൗരവതരമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മനു തോമസിന്റെ ആരോപണങ്ങളിൽ ഗൗരവതരമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു നിയമസഭയിൽ.